രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി. ഭാവനയുടെ അതുല്യശക്തി. അച്ചോ, ഇത് ജോസുകുട്ടിയുടെ മുറിയായിരുന്നു. അവൻ ചെറുപ്പത്തിലെ ഒരു മുണ്ടും പുതച്ച് ഒരു വൈദികനാണെന്ന മട്ടിൽ കുർബാന ചൊല്ലിയിരുന്നു. ഞങ്ങളതു തമാശയായിട്ടാണ് കരുതിയത്. പക്ഷേ ജോസുകുട്ടിക്ക് അത് തമാശയായിരുന്നില്ല. ഒരു വൈദികനായി കുർബാന അർപ്പിക്കുന്നത് അവൻ ഭാവനയിൽ കണ്ടുകൊണ്ടിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ജോസ് ഒരു വൈദികനായി. ഈ സംഭവം ഫാദർ ജോസിൻ്റെ അമ്മ വിവരിച്ചപ്പോൾ കുഞ്ഞു മനസ്സിലെ ഭാവനയ്ക്ക് പോലും എത്രമാത്രം ശക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഫാദർ ജോസ് തന്നെ വേറൊരു കാര്യം വെളിപ്പെടുത്തി. വീട്ടിൽ ഒരു ഭക്ഷണമുറി പണി കഴിപ്പിച്ചു. ആ ഭക്ഷണമുറി കണ്ടപ്പോൾ ഒരു ചേപ്പൽ പോലെയായിരുന്നു. ഇത് ഒരു കാലത്ത് ഒരു പ്രാർത്ഥനാലയമായി തീരും എന്ന് ബ്രദർ ജോസ് ഭാവനയിൽ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ആ ഭക്ഷണമുറി പ്രാർത്ഥനാലയമായി രൂപാന്തരപ്പെട്ടു. ക്രിയാത്മക ഭാവന. ദൈവത്തെ അപ്പനായി സ്വീകരിക്കുന്നവർ അത് തങ്ങളുടെ മനസ്സിൽ പകർത്തുകയും ക്രിയാത്മക ചിന്തകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ക്രിയാത്മക ചിന്തകൾ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ഒരുവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. ക്രിയാത്മക ചിന്തകൾ എന്തും പടുത്തുയർത്തുന്നു. ഭാവനയിൽ കണ്ട നല്ല കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ മേൽപ്പറഞ്ഞ സംഭവത്തിലെ ഫാദർ ജോസിന് സാധിച്ചു എന്ന് കാണാവുന്നതാണ്. ക്രിയാത്മക ഭാവനയുടെ നല്ലൊരു ആവിഷ്കരണം ബൈബിളിൽ നാം കാണുന്നുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ രോഗശാന്തിയിലൂടെ ഇത് സുതാരം വ്യക്തമാക്കുന്നു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമായിരുന്നു എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. വിശുദ്ധ മത്തായി 9:21. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്നവളാണ് ആ സ്ത്രീ. രോഗചികിത്സയ്ക്കായി തൻ്റെ സമ്പത്ത് മുഴുവൻ അവൾക്ക് നഷ്ടമായി. ആ ഇടയ്ക്കാണ് ഈശോ എന്ന മനുഷ്യൻ പലരെയും സുഖപ്പെടുത്തുന്നു എന്ന് അവൾ കേൾക്കാനിടയായത്. അവൾ മനസ്സിൽ ഒരു ഭാവന നെയ്തു. ഞാൻ ഒരിക്കൽ അവനെ കാണും, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടും, തൊട്ടാൽ മാത്രം മതി, അപ്പോൾ തന്നെ ഞാൻ സൗഖ്യം പ്രാപിക്കും. ഇത് അവൾ എല്ലാ ദിവസവും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഭാവനയിൽ ദർശിച്ചു. അവളുടെ ശരീരത്തിലെ ജീവകോശങ്ങൾ ആ ഭാവനയോട് സഹകരിച്ച് പുത്തൻ ചൈതന്യം സ്വീകരിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ അവൾ കേട്ടു, ഈശോ ആ വഴിക്ക് പോകുന്നെന്ന്. അവൾ വേഗം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വഴിയിലേക്ക് ചെന്നു. ധാരാളം ജനം ഈശോയുടെ ചുറ്റുമുണ്ട്. എങ്ങനെ അവൻ്റെ അരികിലെത്തും? അവൾ മനസ്സിൽ തീർച്ചയാക്കി, എങ്ങനെയെങ്കിലും ഞാൻ ഈശോയുടെ അരികിലെത്തും. ഞാൻ അവൻ്റെ വസ്ത്രത്തിൽ തൊടും. തന്നേക്കാൾ ശക്തരായവരുണ്ട്, പുരുഷന്മാരുണ്ട്. ഇതൊന്നും അവൾ കാര്യമാക്കിയില്ല. പുരുഷാരത്തിനിടയിലൂടെ അവൾ തിക്കിത്തിരക്കി മുന്നേറുന്നതിനനുസരിച്ച് അവളെ പലരും പിന്നിലേക്ക് തള്ളിമാറ്റി. അവസാനം അവൾ സർവശക്തിയും സംഭരിച്ച് ആൾക്കൂട്ടത്തിലൂടെ കടന്നു ചെന്ന് ഈശോയുടെ വസ്ത്രത്തിനരികിൽ തൊട്ടു. സ്പർശിച്ച ക്ഷണത്തിൽ അവൾ ഭാവനയിൽ കണ്ടത് സംഭവിച്ചു. അവളുടെ രക്തസ്രാവം നിലച്ചത് അവൾ ശരീരത്തിൽ അനുഭവിച്ചു. അവൾ രോഗവിമുക്തയായി. ക്രിയാത്മക ഭാവന നൽകുന്നത് പരിശുദ്ധ രൂപിയാണ്.